നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആടൊരു ഭീകര ജീവി എന്നൊരു കൺസെപ്റ്റ് ആണ്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. പുതിയ ട്രെൻഡ് ആയിട്ട് ഒരു സാധനം ഞാൻ ചെയ്യാൻ പോണേ. എന്തോ അധികം ഒന്നും പറഞ്ഞില്ല, 6 നമ്മളൊന്ന് അറക്കും. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ കത്ര നീയേ കാട്ടിക്കൊടുത്ത് ഊറെ കുട്ടികൾക്ക്. അല്ല, ഞങ്ങളെ ഇവിടെ ഇതിനെ കൊണ്ട് മസനഗുഡി വഴി ഊട്ടിക്കൊരു യാത്ര ഇറങ്ങിയതാ. എങ്ങനെ പ്ലാൻ ചെയ്യണം? മസനഗുഡി വഴി താനും ഊട്ടിക്കാ കൊടക്കനാൽക്ക് അവിടെ ഇറങ്ങി പോയിക്കാം. മര്യാദ കെട്ടിറോ കാശ് കൊടുത്ത് ബാക്കിയുള്ളവർ വെച്ചത് തിന്നാനായിട്ട് താൻ ഇറങ്ങിയേക്കാ. തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാ? അല്ല, അങ്ങനല്ല, പിന്നെ തൊട്ട് മട്ടന് നല്ല ടേസ്റ്റാ. ഈ ടൗണിൽ ഇവിടുത്തെ അത്ര ടേസ്റ്റ് ഉള്ള മട്ടൺ എവിടെയും കിട്ടൂല. താൻ പോയി കാശ് കൊടുത്ത് മേടിക്കണോ മട്ടൻ ഫ്രൈ? എന്റെ കാശില്ല. ഇവിടെ ആടിക്കുമ്പോ ഞാനെന്തിനാ കാശ് കൊടുക്കുന്നത്? തന്റെ അപ്പം മേടിച്ചാ നാടുണ്ട് ഇവിടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഞാൻ ആടിനെ അങ്ങ് മേടിച്ച് തന്റെ അപ്പന്റെ നാളെ കെട്ടിറോ നമുക്ക് ഇതിനെ ഫ്രൈ ആക്കി അങ്ങ്. ഫ്രൈ എന്നിട്ട് അപ്പനെ പോയി ആക്കണം ഫ്രൈ. അപ്പനെ വേണ്ട, ഇതിനെ ഫ്രൈ ആക്കിയത്. എനിക്ക് ദേഷ്യത്തിൽ തന്നെ മോന്ത അടിച്ചു പൊട്ടിക്കട്ടെ. എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. തീരുമാനം എടുക്കട്ടെ. എനിക്ക് ദേഷ്യം വരെ ഞാൻ പല എടുത്ത് ഇങ്ങനെ ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. അബ്ദുള്ള വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഒന്ന് പറ്റിക്കൂ. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഓ അത് ശരി, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ മാച്ച് ഫിക്സിംഗ്? തെറിയാന്റെ വായി വരുന്നേ. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. കേൾപ്രാങ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ വിചാരിച്ചോ? ഭാഷ പോലെയല്ല ഭാഷയുടെ ഭാര്യ എന്നോട് കളിച്ച വിവരം അറിയുന്ന എന്നെ തറയാക്കലട മോനെ. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ഞാൻ സഹിക്കും, പക്ഷെ ഒരു മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ച അത് ഞാൻ സഹിക്കില്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. വിചാരിച്ചോ? ഭാഷ പോലെയല്ല ഭാഷയുടെ ഭാര്യ എന്നോട് കളിച്ച വിവരം അറിയുന്ന അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്?